ഹായ്, ഗുഡ് മോർണിംഗ്, ഹരി ഓം. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും ഒക്കെ ആയിട്ട് അല്ലേ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ, എനിക്ക് അങ്ങനെയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. നാരായണ ഗുരുദേവ കൃതികളൊക്കെ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ വെറുതെ ഒരു പ്രാർത്ഥന പോലെ നിരന്തരം ചൊല്ലുന്നതിലുപരി അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മാറ്റം സംഭവിക്കുന്നത്. നമ്മൾ വെറുതെ ഇപ്പം ദൈവദശമാണെങ്കിലും ഞാൻ പറയുന്ന പോലെ നമ്മൾ എൻ്റെ മാതാജിയൊക്കെ പറയും സ്വിച്ച് ഇട്ട പോലെ തുടങ്ങി ഇല്ലേ, സ്വിച്ച് ഇടുന്നത് പോലെ ചുമ്മാ ഇങ്ങനെ നമ്മളിങ്ങനെ ചൊല്ലാതല്ലാതെ നമ്മൾ ഏത് പ്രാർത്ഥന ചൊല്ലുമ്പോഴും നമ്മുടെ ഉള്ളിലോട്ട് അതിനെ ഒന്ന് മനസ്സിലാക്കി ചൊല്ലാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത്. പിന്നെ മന്ത്രങ്ങളൊക്കെ വെറുതെ പോലും ഇപ്പം ലളിതാ സഹസ്രനാമമൊക്കെ നമ്മൾ അർത്ഥം അറിയാതെ പോലും നിത്യവും പാരായണം ചെയ്താൽ അതിന് ഭയങ്കര ഒരു എനർജി പവറാണ്. അത്രയും ഒരു പവർഫുൾ നാമങ്ങളാണ് അതിനകത്തെ ഓരോ വാക്കുകളും ബീജാക്ഷരങ്ങളാണെന്നൊക്കെ പറയും. അത് എനിക്ക് അങ്ങനെ പറയാനില്ല. നമ്മളിതിലോട്ടൊക്കെ വന്നപ്പം നമുക്കൊരു മാറ്റമല്ല, നമ്മൾ ഈ വലിയ സംസ്കൃതം പഠിക്കുമോ വേദം പഠിക്കുമോ ഒന്നും ചെയ്ത ആൾക്കാരൊന്നും അല്ലല്ലോ. നമുക്കിങ്ങനെ ഇതിനെയൊക്കെ നമ്മൾ ഇപ്പം ഏത് കാര്യം അറിയണമെങ്കിലും നമുക്ക് മലയാളം ഒന്നും വേണ്ട, GPT എന്തോ എല്ലാ കാലമല്ലേ, നമുക്ക് എന്തറിയണമെങ്കിലും ഒരു പാടുമില്ല. എന്ത് വാക്ക് എന്തർത്ഥം അറിയണമെങ്കിലും ഒക്കെ നല്ല കാര്യം. ഈ ഫോണൊക്കെ എല്ലാവരും മിസ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഫോണിൽ കൂടെയൊക്കെയാണ് ഞാൻ എൻ്റെ ഓരോ അറിവിനെയും അല്ലെ ഓരോ കൂടുതൽ അറിയാനും ഈ സത്സംഗങ്ങളൊക്കെ നമ്മളെങ്ങും പോകുന്നൊന്നുമില്ലായിരുന്നു. ഇപ്പം നാട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് തേക്കുതോട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കെങ്ങും പോകാനൊന്നും ഇടവില്ല. പിന്നെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ സപ്താഹങ്ങളൊക്കെ ഉണ്ടേ പോയിരുന്ന സത്സംഗം കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് വർഷത്തിൽ ഒരു ദിവസമോ 2 ദിവസം അല്ല, നമുക്കധികം എങ്ങും പോകാനൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഫോൺ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനൊക്കെ സഹായിച്ചത്. അപ്പോൾ ഫോണൊന്നും ഒരിക്കലും ഒരു മോശമല്ല, നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ച ഏറ്റവും നല്ല ഒരു മീഡിയ തന്നെയാണ് ഫോണും. അതുകൊണ്ട് അപ്പം നമ്മൾ കൃഷ്ണനെ കുറിച്ചൊക്കെ ഈ ഭഗവത്ഗീത അല്ലെങ്കിൽ നാരായണ ഗുരുദേവൻ അവിടെ നമ്മൾ ഈ ഭക്തിയിലോട് കാണുന്ന നമുക്ക് തെറ്റുകൾ എന്ന് വെച്ചാൽ കർമ്മയിൽ നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. കർമ്മ അല്ലേ, നമ്മൾ ചിലപ്പോൾ പറയും നമ്മുടെ പൂർവ്വജന്മത്തിലൊക്കെ ചെയ്തു പോയ തെറ്റുകളുടെയൊക്കെ ഒരു ഇതായിരിക്കാം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. അപ്പം എന്ന് വിചാരിച്ച് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ഈശ്വരനാമത്തിലൊക്കെ നമ്മൾ സദാ മനസ്സുറപ്പിച്ച് കുറേ നാമം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു മാറ്റം വരും. കുറേയൊക്കെ അതങ്ങനെ ഇത്രേ ഉണ്ട്, ഓരോ ദിവസവും നമ്മൾ ഇത്ര നാമം ജപിക്കുക, അതൊക്കെ വെറുതെ പറയുന്നതൊന്നുമല്ല. വേറെ ആരുടെയോ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ വേറൊരാൾ നന്നാകാൻ വേണ്ടിയൊന്നുമല്ലോ നമ്മളത് പറയുന്നത്, വേറൊരാളുടെ നന്നാകലിന് വേണ്ടിയൊന്നുമല്ല. അവനവൻ്റെ മനസ്സിനെ കൂടുതൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോവുക. ഇപ്പം കാലം നമ്മുടെ മക്കളൊക്കെ ആണെങ്കിലും ആരും നമ്മൾ പറയുന്നിടത്തൊന്നും നിൽക്കുന്ന കാലമൊന്നുമല്ല. അപ്പോൾ ഇനിയുള്ള ഈ എൻ്റെയൊക്കെ ഏജിലൊക്കെ വരുന്ന മാതാപിതാക്കളൊക്കെ നന്നായിട്ട് ഈ നമ്മൾക്ക് ഇങ്ങനെയൊന്നുള്ള ഒരു കാര്യങ്ങളില്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പക്ഷേ ഇതിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എങ്ങനെ പോകും, എവിടെ വരെ പോകും, എന്താണ് അല്ലേ, ഇത് ശരിക്കും നമുക്കറിയാൻ പറ്റും. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ മക്കളൊക്കെ കുറേ അനുസരിക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊന്നും അധികമൊന്നുമില്ല. അവരുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നമ്മൾ ജീവിച്ചോണോ എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ എന്നെയൊന്നും അതിന് കിട്ടത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ വഴിയെ തന്നെ, എൻ്റെ ഒരു വഴി ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ ഇഷ്ടത്തിനൊന്നും നിന്ന് തുള്ളാൻ ഞാൻ നിൽക്കത്തില്ല. തെറ്റിൻ്റെ കൂടെ ഒരു കാരണവശാലും ഞാൻ കൂട്ടു നിൽക്കുന്നില്ല. അത് എവിടെയായാലും തെറ്റെന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ കൂടെ കൂട്ടു നിൽക്കത്തില്ല, നല്ലതിൻ്റെ കൂടെ അല്ലാതെ. അപ്പം നമുക്കതറിയാൻ പറ്റും. അപ്പം നമ്മൾ നമ്മുടെ ചിന്തയിലോ നമ്മുടെ പ്രവൃത്തിയിലോ ഒന്നും മറ്റുള്ളവരെ ദേഷിക്കുന്നതായ ഒരു കാര്യങ്ങളും ചെയ്യാതെ ജീവിക്കുക ഓരോ ദിവസം. അത് നമുക്ക് പെട്ടെന്ന് പാടില്ല. അതാണ് പറയുന്നത്, ഈ ബോധമനസ്സും ആത്മാവും പരമാത്മാവും എന്നൊക്കെ പറയുന്ന പോലെയല്ലേ നമ്മുടെ ബോധമനസ്സ് എല്ലാത്തിലും ഈ മായയിൽപ്പെട്ട് പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ബോധമനസ്സിനെ നമ്മളിങ്ങനെ നാമം ജപിച്ചും അങ്ങനെ അതിനെ ഉണർത്തി ആ ശക്തിയൊക്കെ ആത്മീയമായ ഒരു ബലം നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദുഃഖങ്ങളെയും നമ്മുടെ ഉള്ളിലോട്ട് എടുക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഇനിയുള്ള കാലമല്ല, എല്ലാ കാലത്തും ഇതൊക്കെ തന്നെ. പക്ഷെ കാലം പഴയതിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയി. എല്ലാം കൊണ്ടും വളരെ മോശപ്പെട്ട ഒരു കാലഘട്ടമാണ്. അപ്പം ഈ ഭക്തിമാർഗവും അത് ഏത് മതത്തിലായാലും യേശുപ്പനെ വിളിക്കുന്നവരെ അവർ വിളിക്കുക, അള്ളാഹുവിനെ വിളിക്കുന്നവർ അത് വിളിക്കുക, കൃഷ്ണനെ വിളിക്കുന്നവർ അത് വിളിക്കുക, മാതാവിനെ വിളിക്കുന്നവർ അത് വിളിക്കുക. പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം, അതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കോണം. ഇല്ലെങ്കിൽ നമുക്കിപ്പം ഒരു പ്രശ്നം വന്നാൽ നമുക്കറിയാം ഇതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ബഹളം വെച്ചിട്ടോ വഴക്കുണ്ടാക്കിയിട്ടോ കാര്യമില്ല.
നമുക്ക് ഒരിക്കലും ദൈവമൊന്നുമല്ല നമ്മളെ ശിക്ഷിക്കുന്നത്. നമ്മൾ തന്നെ ചെയ്തു വെച്ചു പോയ കാര്യങ്ങളുടെ ഒരു പ്രതിപ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. അല്ല നമ്മൾ പറയും ദൈവം ആരെയും ശിക്ഷിക്കാനിരിക്കുന്ന ഒരാൾ. അതൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പറയാം അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്, വേറൊരാളുമല്ല. ആ ഒരു മനസ്സിലാക്കൽ നമ്മുടെ ജീവിതത്തിൽ എന്നുണ്ടാകുന്നു അന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയണം. അത് തന്നെയുള്ളൂ പറയാൻ. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ കുഞ്ഞു അറിവുകളൊക്കെ ഭഗവത്ഗീത ശ്ലോകങ്ങളൊക്കെ വായിച്ച് അല്ലേ, അതിനെ നമുക്കൊരുമിച്ച് അത് നല്ലൊരു കാര്യമല്ലേ, നമുക്ക് മുന്നോട്ട് അറിവ് കിട്ടുന്ന കാര്യങ്ങളല്ലേ. അതിപ്പം നമ്മൾ ചിലപ്പോൾ ഞാനൊക്കെ വീട്ടിൽ ചോറും കറിയും വെച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഭഗവാൻ തന്ന ഒരു അനുഗ്രഹമായിരിക്കുമല്ലോ. നീ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് വരും, നീ ഇങ്ങനെയൊക്കെ പറയൂ അല്ലെ, നിനക്ക് പറ്റും എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആൾക്കാർ കാണുകയും കേൾക്കുകയും നമുക്ക് ഒരുമിച്ച് ഒരു നല്ല മനസ്സമാധാനത്തോടെ എന്താ പറയുന്നേ, ഏറ്റവും നല്ലൊരു രീതിയിലാണ്. താല്പര്യമുള്ളവർക്കേ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ എല്ലാവരെയും നമുക്ക് പിടിച്ചു കെട്ടിയിട്ട് കൊണ്ടുവന്നൊന്നും താല്പര്യമുള്ളവർക്ക്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്യുക.